സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. പാലക്കാട് കൊട്ടേക്കാട് വീടിടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു. കണ്ണൂർ മട്ടന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ് സ്ത്രീ മരിച്ചു. ഇടുക്കിയിൽ വ്യാപക മണ്ണിടിച്ചിൽ. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ. കിണറിടിഞ്ഞും മരം വീണും വൻ നാശനഷ്ടം. ആമയിഴഞ്ചാലിൽ തൊഴിലാളി മരിച്ചതിൽ റെയിൽവേക്കെതിരെ വിമർശനവുമായി എ റഹീം എം പി. ജോയിയുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം റെയിൽവേ ഏറ്റെടുക്കണം. ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും എം പി. ആമയിഴഞ്ചാൽ തോടിലെ മാലിന്യ നീക്കത്തിന് അടിയന്തര യോഗം വിളിച്ചു മുഖ്യമന്ത്രി. കോഴിക്കോട് പുതുപ്പാടിയിൽ അർഷാദിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 പേർ പിടിയിലായത് അർഷാദിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽപ്പെട്ടവരെന്ന് സൂചന. അർഷാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ മേജർ അടക്കം 4 സൈനികർക്ക് വീരമൃത്യു. ആക്രമണം നടത്തിയ ഭീകരർക്കായി മേഖലയിൽ തിരച്ചിൽ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി. പ്രഖ്യാപനം പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ. JD വാൻസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഹൈറേഞ്ചിൽ ഏലം ഉൽപാദനത്തിൽ വൻ ഇടിവ്. വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും വേനലിൽ ചെടികൾ നശിച്ചത് കർഷകർക്ക് തിരിച്ചടിയായി. ഉയർന്ന വിലയുണ്ടെങ്കിലും വിപണിയിലെത്തിക്കാൻ ഏലക്കയില്ല.